ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം ഇപ്പം സമയം 5:23 വൈകുന്നേരമാണ്. അപ്പം നമ്മൾ മുതലാളിയെ കൊണ്ട് നടക്കാൻ പോവാണ്. ഇവൻ്റെ മനസ്സിൽ ഇവൻ മുതലാളി ഞാൻ തൊഴിലാളി എന്നാണ്. കണ്ടോ, കുളിച്ച് കുട്ടപ്പനായി വാരിക്കൊടുത്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ പോകുന്നതാണ്. ഇപ്പായിട്ട് കുറഞ്ഞത് എന്ന് വെച്ചാൽ മഴയുണ്ട. ഓക്കെ, നമ്മൾ പോവാം. അല്ലോടാ ഇവൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പം റെഡിയായി. ഇവൻ എന്താ ഇവിടുന്ന് തിടുക്കാൻ കാണിക്കുന്നത് വെച്ചാൽ അവിടെ ഫുഡ് രണ്ട് നമ്മളെ പൊരിച്ച സാധനം, അതായത് നായ്ക്ക് കൊടുത്തുകൂടാ പൊതുവേ, പക്ഷെ പൊരിച്ച സാധനം ഒന്ന് കൊടുത്തായിരുന്നു ടേസ്റ്റും ഒക്കെ. അത് ഇവന് ഇഷ്ടപ്പെട്ടു. ഇവൻ എന്ത് കൊടുത്താലും ഇപ്പോൾ ഇഷ്ടപ്പെടലുണ്ട്, അത് വേറെ കാര്യം. അത് ഇവന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് ഒന്നും കൂടെ പോയി തിന്നാനുള്ള തന്ത്രപ്പാടില്ല ചങ്ങായി. ഓക്കെ, നമ്മൾ ഇവനെ കൂട്ടി എന്നാൽ നടക്കാൻ പോകാം. അപ്പം എപ്പം നടക്കാൻ പോയാലും ഓരോ സ്ഥലത്ത് നമുക്ക് നിർത്തേണ്ടി വരും. കാരണം ഇവൻ്റെ പരിപാടി ഇതാണ്, ഓരോ സ്ഥലത്ത് തന്നെ നിർത്തിപ്പിക്കും. കണ്ട കാടും ചപ്പലും എല്ലാം അവനെ പരുത്തണം. എന്തെങ്കിലും ഉണ്ടോ, തിന്നാൻ കിട്ടുമോ, അല്ലെങ്കിൽ അവിടെ സാധിച്ചിട്ടും വരും. അതാണ് ഇവൻ്റെ പ്രശ്നം. നമുക്ക് എന്തായാലും ഇറങ്ങാം. സമയം ലേറ്റ് ആക്കണ്ട. വാ, ഇത് വലിച്ചാൽ അങ്ങോട്ടായിരിക്കും പോവുക, ഇങ്ങോട്ട് വരില്ല. കണ്ടോ, രണ്ടാമത്. ഇവിടെ നിൽക്കാം. ഓരോരോ സ്ഥലത്ത് സ്റ്റോപ്പ് ഇടുമ്പോൾ നമുക്ക് നിൽക്കേണ്ടി വരും. കണ്ടോ, ഇവനെ നടത്തിക്കാത്തതിൻ്റെ പ്രശ്നം കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സൈഡിലോട്ടും ഇവനൊരു സൈഡിലോട്ടും ആണ് നടന്നു പോകുന്നത്. കണ്ടോ, ഇവൻ സൈഡ് ചേർന്ന് മണപ്പിച്ചാണ് പോകുന്നത്. ഇതാ ഇവിടെ സാധിക്കും. എണ്ണിക്കോ ഗൈസ്, 4ാമത്തെ സ്റ്റോപ്പ്. ഇതാ വീണ്ടും മൂപ്പര് തുടങ്ങിയിട്ടുണ്ട് നടത്തം. ഇതാണ് ഞാൻ പിടിച്ച അങ്കണവാടി. ഇതാ ഇവനെ കൊണ്ടായി ചേർത്താലോടാ, ഒരനുസരണമില്ല ഗൈസ്. അടുത്ത സ്റ്റോപ്പ്. ഇവന് തന്നെയാണ് പണി. ഇതിനും മാത്രമേ ഇവിടുന്ന് വെള്ളം കുടിക്കുന്നൊന്നും തിരിയുന്നില്ല. ഇതാ കറങ്ങുക, തിരിയുക, ഓടുക, ചാടുക, തുള്ളുക. അതായത് നമ്മൾ പുറത്തിറക്കാണ്ട് ഇറക്കുമ്പം ഇതാ പോന്ന ഇതാ കണ്ട, ഞാനെങ്ങോട്ട് പോകുന്നു ഇവനെങ്ങോട്ട് പോകുന്നു. നമ്മളെ സ്പോട്ടെത്തി ഏകദേശം. ഇതാ ഇവനെല്ലാ കാട്ടിലും എല്ലായിടത്തും പോയി തപ്പണം. എന്തിനാടാ ഇതിന് മാത്രം തപ്പാൻ നിനക്കുള്ളതെന്നാണ് ഇവനോട് എനിക്ക് ചോദിക്കാനുള്ളത്. കണ്ട, തപ്പി പോവുക. എന്തൊക്കെയാ എടുത്ത് തിന്നാ, ഉറുമ്പിനെ പിടിക്കുക, വണ്ടിനെ പിടിക്കുക, അങ്ങനത്തെ എന്തെല്ലോ ഇതാണ് ഇവന്. ഗൈസ്, നമ്മൾ എപ്പോഴും വരുന്നൊരു വയലിൻ്റെ സൈഡുണ്ട്. അതാണ് ഈ സ്ഥലം. അടിപൊളി സ്ഥലമാണ്. നമ്മൾ അവിടെയാണ് ഇല്ല കേട്ടോ. മൂപ്പര് ഇവിടെ ഇരുന്നിട്ടുണ്ട്. എന്തിനാണ് ഇരുന്നതെന്നറിയില്ല, ഇരുന്നിട്ടുണ്ട്. ഇവൻ അടങ്ങിയിരിക്കില്ല. ഇവൻ കുറേ ആയി എൻ്റെ ലീഷും വന്ന് ചാടാൻ നോക്കുന്നു, പക്ഷേ വിടൂല. ഇവനെന്നെ അറിയാം, പക്ഷേ പുള്ളിക്കാരൻ ട്രൈ ചെയ്യുക. ഗൈസ്, റോട്ടിലൊരു വണ്ടി പോയിക്കൂടാ, അതിവന് ഇഷ്ടമല്ല. പിന്നെ ആരും കവറും കൊണ്ടുപോകുമെന്ന് അവനിഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവന് അതിലെന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കണം. പിന്നെ ഇവന് എങ്ങോട്ടെങ്കിലും ഓടണം എന്നുള്ള ഒറ്റ ചിന്തയാണ്. കണ്ട എന്തൊക്കെയാണ് കളിക്കുന്നത്. കണ്ട കുരുത്തക്കേട് ഇവന് ഭയങ്കരം. കുരുത്തക്കേടെന്ന് വെച്ചാൽ ഇവനെപ്പോലെ കുരുത്തം കിട്ടാൻ കണ്ടോ. വലിയ ഇങ്ങനെ അടങ്ങിയിരിക്കുകയില്ല. ഇവൻ തുള്ളി മതിച്ച് ഇങ്ങനെ നടക്കും കള്ളൻ. ഈ പൊന്തക്കാട്ടിൽ ഇവൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പണ്ടൊരു ദിവസം വീട്ടിൽ നിന്ന് കൂട് തുറന്ന് ഇളകിപ്പോയത് ഇവൻ. അപ്പോൾ ഇവൻ അന്ന് ചങ്ങലുണ്ടായിരുന്നു, അതായത് ചെയിൻ ഉണ്ടായിരുന്നു കഴുത്തിൽ. അപ്പം ഇവനിങ്ങ് വന്ന അവിടെ, അതായത് ഈ വഴിയിൽ എങ്ങനെ എത്തിയെന്നറിയില്ല, പക്ഷേ ഈ വഴിയിൽ ഇവൻ വന്നിട്ട് ആ പൊന്തക്കാട്ടിൽ ഇവൻ പോയി. എന്തിനോ തപ്പാൻ പോയതാ, ഇവനെ അറിയാലോ. ഇവൻ പൊന്തക്കാട്ടിലോട്ട് പോയി. അപ്പം ഇവൻ എന്തായെന്ന് വെച്ചാൽ അവിടെ കുടുങ്ങി. അതായത് ഈ വള്ളീൻ്റെ ഉള്ളിലെല്ലാം ഇവൻ കുടുങ്ങി, ഫുള്ളായിട്ട് കുടുങ്ങി, എങ്ങും അനങ്ങാണ്ട് സ്റ്റക്കായി. എന്നിട്ട് ഇവൻ എന്ത് പണിയെടുത്ത് വെച്ചാൽ ഇവൻ എവിടെയെങ്കിലും കുടുങ്ങിയാലില്ല ഇവനൊരു ഇതാണ് കുരച്ചുകൊണ്ടിരിക്കുക. കുടുങ്ങിയിട്ട് ഇവൻ ഒച്ചയാക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ അടുത്തുള്ള വീട്ടുകാരാണ് ഇതിനെ അതായത് ഇവിടെ ഉണ്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് എത്രാമത്തെ സ്റ്റോപ്പാടാ. ഇവനെ കൂട്ടി വന്ന് എന്നെ വേണം പറയാൻ. ഇവന് തിരിച്ചു പോന്നു. ഇത് അങ്ങോട്ട് പോകണം, ഇത് ഇങ്ങോട്ട് പോകും. എങ്ങോട്ടാ പോകുന്നില്ല, ഇവനൊരു പിടുത്തമില്ല. അടുത്ത സാധിക്കുക എന്നുള്ള ഒറ്റ ചിന്തയേ ഇവനുള്ളൂ. പിന്നെ ആരെങ്കിലും പിടിക്കുക, പൂച്ചേൻ്റെ വയ്യ, വണ്ടികൾ പോകുന്നതിനെ കുരക്കുക, അങ്ങനത്തൊക്കെ ഇതായി ഇവന്. ഇവനെ ഇവിടെ ഇങ്ങനെ അളക്കുന്നത് സേഫല്ല. അതുകൊണ്ടാണ്, വണ്ടികൾ പോകുന്ന റോഡാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് പോകുന്നേരാം.
ഏസ് നമ്മൾ തിരിച്ച് നമ്മൾ വന്ന ഇടവഴിയിൽ തിരേണ്ടതാവും. മുപ്പരിതാ വലിച്ച് കൊണ്ടുപോകുന്ന തന്നെ. നടക്ക് 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 വിട്ടോ വിട്ടോ വിട്ടോ. ഇവിടെ ഓടലട്ടാ, ഇവനടക്ക ഓടൊക്കെ ചെയ്യുക. ഓട്ടം തുടങ്ങി. ഇവനിപ്പോൾ സ്റ്റോപ്പിടാന്ന് തോന്നില്ലേ? ഓ സ്റ്റോപ്പിട്ട് അതിന് പോവാം. ഇവൻ്റെ ഒപ്പം നടക്കാൻ നിന്നല്ലേ. അതെ ഏതെല്ലാം വീട്ടിൽ പോയി കിടന്ന് ഇങ്ങോട്ട് വാ. അവിടെ എന്തോ മണക്കം കിട്ടി. ബാ എവിടെയെങ്കിലും പോയി കയറി കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരണം, അല്ലാണ്ട് ഇവൻ വരില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതെ കള്ളനി കഞ്ഞി വെച്ചവൻ ഇവൻ നടക്കുന്നുണ്ടാ വലക്ക് കുലുക്കി. ഇവിടുത്തവൻ കയറൂരിപ്പോയാ. ഇവിടെയുണ്ട് വാടാ. ഇവൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ബാ നമുക്കിനി തിരിച്ച് തറവാട്ടിലേക്ക് നടക്കാം. ഓക്കെ, സോ നമ്മൾ ഏകദേശം ഇവിടെ എത്തി തറവാട്ടിൽ. സോ ഇവനെ കൊണ്ട് ചുറ്റാൻ പോയാൽ ഇവൻ വലിപ്പിക്കുന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ കുറേ നാൾ കൊണ്ടാണ് ഇവനെ ഇത്ര ദൂരം കൊണ്ടുപോകുന്നത്. പൊതുവേ ഇങ്ങനെ കൊണ്ടാവാത്ത. അതുകൊണ്ട് തന്നെ ഇവന് പുറത്തിൽ എന്ത് കണ്ടാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതായത് അതിനെ പിടിക്കണം, ഇതിനെ പിടിക്കണം, പൂച്ചേനെ പിടിക്കണം, വണ്ടിയുടെ വയ്യെ പോകണം, അല്ലെങ്കിൽ എന്തൊക്കെ എടുക്കണം, തിന്നണം. പോകുമ്പോൾ തന്നെ കുറേ സ്ഥലത്തായി ഇവൻ നിർത്തിച്ച് തന്നെ. അതെന്തേ നിങ്ങൾക്ക് വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും. എന്നെ ഇവൻ കാണിക്കില്ല. സോ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളെല്ലാം ഇപ്പം ഏകദേശം മാറി വരുന്നുണ്ട്. കുറേ നേരമായില്ലേ നടന്നിട്ട് വ്ളോഗ് എടുക്കുന്നത്, ഇനി നമുക്ക് നിന്നിട്ട് വ്ളോഗ് എടുക്കാം. സോ ഇവിടെ ഇരുന്നിട്ടുണ്ട്. സോ നമ്മൾ ട്രൈപോഡ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് പോയി ഗേറ്റ് അടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഈ തക്കം നോക്കി അവൻ ഗേറ്റിലേ പോകും. ഗേറ്റിലേ മാത്രമല്ല, ഇവന് പോകാൻ കുറേ സ്ഥലമുണ്ട്. പക്ഷേ ആശാൻ മുങ്ങൽ വിദഗ്ധനാണ്. നമുക്ക് എന്തായാലും അടച്ചേക്കാം. എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവൻ എന്തിനെങ്കിലും കണ്ട അതിനെ പിടിക്കാൻ പോവും, ഓടും. എങ്ങനെ വെച്ചാൽ ഓടുമെന്ന് വെച്ചാൽ ഒരു ഓട്ടത്തിന് ഒരു കുറവുണ്ടാവില്ല. റോഡിന് മുറിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഓടും. പിന്നെയെന്ന് വെച്ചാൽ വണ്ടീരെ വയ്യ പോവും. വണ്ടീനെ ഒട്ടും ഇഷ്ടമല്ല ഇവന്. വണ്ടീനെ കാണുമ്പോൾ എല്ലാം കുരക്കും. സോ നിങ്ങൾ നേരത്തെ കാണിച്ച വീഡിയോയിലൊന്നും വണ്ടീനെ നോക്കി കുരക്കുന്നുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഇവനൊരു പുതിയ സ്ഥലത്തെത്തി ഇവന് ഭയങ്കര പേടിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവനാ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോകില്ല. ഓക്കെ, അധികം വീട്ടിൽ തന്നെ കഴിയുക. അതിൻ്റെ ഒരു പ്രശ്നം. അങ്ങ് നല്ല കുഞ്ഞായിരിക്കുന്നുണ്ട്. ഉണ്ടോ കൈസപ്പം അങ്ങോട്ട് ക്യാമറ നോക്കടാ കുട്ടാപ്പി. ഹായ് ക്യാമറ നോക്കിയൊരു ഹായ് പറ. ഹായ് വ്യൂവേഴ്സ്, ഹായ്. അവിടെ ഒരു പൂച്ചേനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവനെ എടുത്തത്. കാണുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിനെ എടുത്ത പോലെ ഉണ്ടാവും. ഓക്കെ, ഈ പൂച്ചേനെ ഇവന് തീരെ ഇഷ്ടമല്ല. ഇവൻ പൂച്ചേനെ കണ്ട ഇവനോടും. പാവത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന ആളെയല്ല. ഇവനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ പാവം, നല്ല രസമുണ്ട് ഇവനെ കാണാൻ, ക്യൂട്ടായിട്ടുണ്ട് എന്നൊക്കെ തോന്നും. ഇവൻ്റെ ഈ വാല് ഇവനിഷ്ടമല്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇവനിങ്ങനെ കടിക്കും. അതായത് ആ വാലൊരു ഇടങ്ങേറ് പോലെ, അതായത് പല കാലിലടുക്കും ഇടയിൽ അതിൻ്റെ രോമങ്ങൾ തട്ടുമ്പോൾ ഇവന് ഇതാവും, അതായത് ഇക്കിളിയാവില്ലേ, അതാണ് സംഭവം. ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടല. ഇവനെ ഇളക്കിയിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം അവൻ നിൽക്കുന്നത് വെച്ചാൽ അവിടെ വെറുതെ നിൽക്കുന്ന. ഇവൻ എന്തിനേയും കണ്ടാലോ അല്ലെങ്കിൽ ഇളകിയെന്ന് ഇവന് മനസ്സിലായാലോ ഇവനോടും. ഇവൻ ആരിങ്ങനെ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഡാ പൂച്ച കണ്ട, പൂച്ചേനെ കാണുമ്പോൾ വേഗെടുത്തിട്ട് നോക്കും. ലീഷുണ്ടെന്ന് അറിഞ്ഞാൽ ഇവൻ ഇവിടെ നിൽക്കും, അതായത് ഇങ്ങനെ നിൽക്കും. ഈ ലീഷ് കൊതുക് കടിക്കുന്നുണ്ട് കേട്ടോ. ഈ ലീഷ് ഇവൻ്റെ കഴുത്തിൽ നിന്ന് ഇളകി കഴിഞ്ഞു എന്നറിഞ്ഞാൽ ഇവൻ മുങ്ങും. ഇവൻ അന്നൊരിക്കൽ ഹൈവേ പോയി ഏതെല്ലോ വീട്ടിൽ പോയി, അതായത് നമ്മളെ വീടാന്ന് വിചാരിച്ച ഏതെല്ലോ വീട്ടിൽ പോയി കയറിയതാ. സോ പിന്നെ നമ്മൾ വിചാരിച്ചു വരുമായിരിക്കുന്നു. ഇവനെ വിടാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. സോ ഇവൻ ഏതെല്ലോ വീട്ടിൽ പോയി കയറി നമ്മളെ വിടാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം നമ്മൾ വിചാരിച്ചു വരുമായിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവൻ ഒരിക്കൽ പോയിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ വന്നതാണ്. പക്ഷെ ഇവൻ അന്ന് പോയിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. നമുക്ക് പിന്നെ ടെൻഷനായി. പിന്നെ വീണ്ടും ഗ്രൂപ്പിൽ ഇടേണ്ട വിചാരിച്ചിട്ട് ഇവനെ കാത്തു നമ്മൾ വരുന്ന പ്രതീക്ഷിച്ചു.
പക്ഷെ മൂപ്പര് പിറ്റേന്ന് രാവിലെ ഉണ്ടായിരുന്നു. അത് ഡോറിൻ്റെ അടുത്ത് വന്ന് കിടപ്പുണ്ടായിരുന്നു. എന്നാലും ഇവൻ ആരെയായിരിക്കും ഇങ്ങനെ നോക്കുന്നത്? കുറേ സമയം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുക, ഇവൻ നിന്ന് നോക്കുക ഇനി വല്ല പെൺപട്ടി ഉണ്ടോ. കണ്ട എന്തൊരു ആത്മാർത്ഥത ആ നോട്ടത്തിൽ, സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഇവൻ്റെ മുഖത്ത് നോക്കുകയാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ തിരിഞ്ഞു നിൽക്കും, അതായത് ബാക്ക് കാണിച്ച് നിൽക്കും ഇവൻ. അങ്ങനത്തെ സാധനമാണ് ഇവൻ. ഇവന് ഈഗോ പ്രശ്നമുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, അല്ലടാ ഉറപ്പാണ് ഗൈസ്. കാരണം ഇവൻ്റെ മുഖത്തേക്ക് ഞാൻ എപ്പം നോക്കിയോ ഇവൻ തിരിഞ്ഞു നിൽക്കും. അതാ ഇപ്പം സാധിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത് നിൽക്കും, കുറച്ച് കഴിയുമ്പം, അതായത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് നിന്ന് പോകും. അങ്ങനെയാണ് ഗൈസ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു, അവൻ അങ്ങോട്ട് പോയി. ക്യാമറയുടെ ബാക്കിലേക്ക് ജസ്റ്റ് പോയതാ, അപ്പം കണ്ടോ ഇവൻ ഇങ്ങോട്ട് വന്നു. പരിസരത്ത് ഫുള്ള് നോക്കണം ഇവന്, കാരണം ആരെങ്കിലും പോകുന്നുണ്ടോ എല്ലാം അറിയണം ഇവന്. അതാണ്, എല്ലാം അറിയണം. അവനവൻ്റെ ഡ്യൂട്ടിയാണ് എടുക്കുന്നത്. പക്ഷേ ആരൊക്കെ പോകുന്നുണ്ടോ അവരെ നോക്കി നിൽക്കും. ഞാനൊരു 5 സെക്കൻഡ് മുഖത്ത് നോക്കിയാൽ എന്നെ പോലും നോക്കില്ല ഇവൻ. അല്ലടാ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ മൈക്ക് കണ്ടപ്പോൾ വിചാരിച്ച് തിന്നാലെന്തോ സാധനം. ഇവന് തിന്നലും ഇങ്ങനെ ആരും കണ്ടാൽ നോക്കിയിരിക്കൽ, പിന്നെ ഓടിപ്പോവൽ, ഇതൊക്കെയാണ് ഇവൻ്റെ പണി. ഇടയ്ക്ക് മൂപ്പർക്ക് നല്ല സ്നേഹം, പക്ഷേ ഇടയ്ക്കേ ഉള്ളൂ ഈ ഈഗോ പ്രശ്നം. എന്താണെന്നറിയില്ല. ഇനി ഇവൻ ഈ കൊടുക്കുന്ന ചിക്കന് പകരം ഞാനത് തിന്നുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇരിക്കി സിറ്റ്, അനുസരണൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം സകലമാന കെണി മൈക്കാടാ തിന്നണ്ടേ അല്ലടാ, സകലമാന കെണിയും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തൊരു അനുസരണ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ഈ കഴുത്തിലെ കൈ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവൻ പോവും. കള്ളത്തട്ടിപ്പും കെണിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആൾ പാവാണ്. ഇവിടുന്ന് പോവാനും ഇവിടെ എൻ്റെ പറ്റി ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എണീച്ച് ഇപ്പോൾ പോവും. വീട്ടിലിട്ടിട്ട് നമ്മൾ ഒരു കേബിൾഡ് റോപ്പും ഉണ്ട്. സിറ്റ് ഔട്ടിലെത്തുന്ന വിധത്തിലാണ് ഇപ്പം ഇവനെ ആക്കൽ. അതായത് ഇവന് പോകേണ്ട സ്ഥലത്തെല്ലാം, അതായത് ഒരു വലിയ റോപ്പ് കിട്ടിയിട്ടുണ്ട്. അതിന് ഇവൻ്റെ ഈ റോപ്പല്ല, വേറൊരു റോപ്പുണ്ട്, കേബിളിൻ്റെ റോപ്പ്. അത് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പം ബാക്കി എല്ലാ റോപ്പും ഇവൻ പൊട്ടിച്ചതാണ്. അത്ര ദൂരം വേണം പോവാം, പക്ഷേ എന്നാലും ആ റോപ്പിൽ ഉണ്ടാവും സാധനം. ഓക്കെ, അതായത് ഇവന് ഇവിടുന്ന് അങ്ങനത്തോളം പോവാം, അവിടുന്ന് തിരിച്ചു വരാം. അങ്ങനെ ആക്കിയിട്ടാണ് ഉള്ളത്. ഇവനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവൻ പുറത്ത് എവിടെയും പോയി അഥവാ റോഡിലെല്ലാം പോയ ഇവർ വണ്ടിയെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. മതിൽക്കെട്ടില്ല ഇവിടെ, അതായത് നമ്മളെ വീട്ടിൻ്റെ ഇവിടുന്ന് വെച്ചാൽ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്. ഓക്കെ, മതിൽക്കെട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവൻ പല വഴിക്ക് പോകും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവനെ അധികം കൂട്ടിൻ്റെ സൈഡിൽ, അതായത് കൂട്ടിലിട്ട് അടച്ച് പൂട്ടി വെക്കാറില്ല. കൂട് തുറന്നിട്ട് തന്നെ ഉണ്ടാവുക എപ്പോഴും. പക്ഷേ ഇവന് വീട് വിട്ട് പോകാൻ പറ്റൂല എന്നേ ഉള്ളൂ. ഓക്കെ, വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് ഇവനുണ്ടാവും. ഇവന് കറങ്ങാനും പറ്റും, പുറത്തിറങ്ങി നടക്കാനും പറ്റും. ഓടിപ്പോയി, അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ടിരുന്നത്. പേര് ബ്രിട്ടോ എന്നാണ്. എല്ലാവർക്കും ഇവന് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവന് അറിയാം എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്താലും ഒന്നും ആരും ചെയ്യില്ല എന്നാണ് ഇവൻ്റെ ഒരു വിചാരം. ഓക്കെ, സോ ഇവൻ്റെ ഫുൾ നെയിം ബ്രിട്ടോ രാഘവ് എന്നാണ്. അത് നമ്മൾ തമാശ കിട്ടൊരു പേരാ വെറുതെ, അതായത് ഫുൾ നെയിം ആണല്ലോ. അത് ബ്രിട്ടോ മാത്രമാകുമ്പോൾ എന്തോ ഒരു പോലെ, അതുകൊണ്ട് ഫുൾ നെയിം ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ബ്രിട്ടോ രാഘവ് എന്നാക്കി ഇവൻ്റെ പേര്. ഇവൻ്റെ മോന്ത കണ്ടിട്ട് അത് ഇടാനും തോന്നുന്നുണ്ട്. നിങ്ങൾ ഇത്ര നേരം ഇവന് കുരുത്തക്കേടില്ല എന്നല്ലേ വിചാരിച്ചേ? ഇവനിതാ കണ്ട എൻ്റെ കാല് കയറി പിടി. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. അല്ലെങ്കിൽ ഇവൻ എന്നെ വിടില്ല. എടാ കാലിന് കയറി പിടിക്കുന്നുണ്ടോ നിങ്ങൾ? ബൈ, ടാറ്റാ.